ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കാലത്തെ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് പച്ചക്കറി തൈകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നടാനായിട്ട് പോവാണേ. കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്ന് കുറച്ച് പച്ചക്കറി തൈകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊന്ന് നടാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അധികമൊന്നുമില്ല, കുറച്ച് വെണ്ട, ക്യാബേജ്, നീല ക്യാബേജ് ഉണ്ട്, വയലറ്റ് ക്യാബേജ് ഉണ്ട്, പച്ച ക്യാബേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നേരാവണ്ണം ആയില്ല കേട്ടോ. കൂടുതലും ഞങ്ങൾക്ക് സൂര്യപ്രകാശം കിട്ടണത് കുറവാണ്. വലിയ മരങ്ങളൊക്കെയാണ് വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് മരങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതെല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ കുറച്ച് സൂര്യപ്രകാശം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് വെച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും ഇത് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ തൊട്ടേ പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് വലിയ കാര്യം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നടാറുണ്ട്. അപ്പം ഞാൻ എന്താ കുറച്ച് കുമ്മായൊക്കെ കൂട്ടിയിട്ട് മണ്ണുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മണ്ണിനും ഇച്ചിരി ക്ഷാമമാണ് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ പച്ചക്കറി നട്ടതിൻ്റെ ആ മണ്ണെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് ഞാൻ കുമ്മായും കൂടെ കൂട്ടിയിട്ടതാണ്. അപ്പം അതിൻ്റെ കൂടെ അത് കുറച്ച് കിളിങ്ങിൽ എന്നാണ് ഇവിടെ പറയണത്. അപ്പോൾ അത് നമ്മൾ ഈ പച്ചച്ചാണകത്തിനൊക്കെ പകരമായിട്ട് നമ്മൾ അരച്ചൊക്കെ ചേർത്ത് ഒഴിക്കാറില്ലേ. അപ്പോൾ അത് അടിവെള്ളം പോലെ കിടന്നോട്ടെ എന്ന് ഓർത്ത് ഗ്രോ ബാഗിൽ ഇട്ടിട്ടാണ് മണ്ണ് നിറയ്ക്കണത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ആ മരം വെട്ടിയ സമയത്ത് അതിൻ്റെ കുറച്ച് പൊടികൾ മരം അറക്കണ സമയത്ത് വീണതെല്ലാം മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ വാരിയിട്ടതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മണ്ണ് കുറവായതുകൊണ്ട് പിന്നെ ആ പുറകുവശത്ത് പോയിട്ടാണ് കുറച്ച് മണ്ണെടുക്കുന്നത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോയ്ക്ക് ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. ആ ഒരു 8-10 ഗ്രോ ബാഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലെല്ലാം മണ്ണ് നിറച്ചിട്ട് ഞാൻ ആ കൊണ്ടുവന്ന് വെച്ച പച്ചക്കറി തൈ എല്ലാം നട്ടു കേട്ടോ. ഉണ്ടായാലും വേണ്ടിയില്ല, ഇല്ലെങ്കിലും വേണ്ടിയില്ല എന്നോർത്താണ് വയ്ക്കുന്നത്. എന്തായാലും വെറുതെ ഇരുന്നുള്ള മുഷിപ്പ് മാറാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ മണ്ണുമായിട്ട് ചെടികളൊക്കെ ആയിട്ടൊരു സമ്പർക്കം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ നമുക്ക് സമയം പോകാനും ഒക്കെ നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഇങ്ങനെ പച്ചക്കറിയൊക്കെ നടുമ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാലാവസ്ഥ മൊത്തം ചേഞ്ച് ആകുവാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ആട്ടേന്ന് വിചാരിച്ചു. പിന്നെ പച്ചക്കറി മാത്രമല്ല, വീടിന് ചുറ്റും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ. അപ്പോൾ എനിക്ക് ചേട്ടായിയാണ് ചെടികളൊക്കെ കൊണ്ടു തരാറ്. അപ്പോൾ അതെല്ലാം നട്ടു വയ്ക്കാനും കൂടും, എല്ലാം ചെയ്യാൻ കൂടും. സാധാരണ ചേട്ടായിയാണ് ഇതെല്ലാം ചെയ്തു തരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം മകനുണ്ടായിരുന്നു, മകനെയും കൂട്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അവനാണ് എല്ലാം ചെയ്തു തന്നത്. അപ്പോൾ ചെടികൾ എല്ലാം നട്ടിട്ട് അതൊക്കെ നനച്ച് തണലുള്ള സ്ഥലം നോക്കി വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മുറിക്കകത്തേക്ക് കയറിപ്പോയി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് പുറകുവശത്ത് കുറച്ച് മണ്ണുള്ള സ്ഥലം. നേരത്തെ ഞാനവിടെ പച്ചക്കറിയൊക്കെ നട്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ വെയിലില്ലാതിരുന്നത് കൊണ്ട് അവിടെ നിന്ന് മാറ്റി. അപ്പോൾ അവിടെ കുറേ മണ്ണ് കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് കിളച്ച് മുറ്റമൊന്ന് നേരെയാക്കുകയും ചെയ്യാം. അപ്പോൾ എനിക്കിനി ചെടികളൊക്കെ നടാനുള്ള മണ്ണും അവിടെ നിന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച്. എന്തായാലും അവിടെ നല്ല രീതിയിൽ മണ്ണുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ എന്തായാലും അതൊന്ന് റെഡിയാക്കിയേക്കാം. അവിടെ കുറച്ച് വല കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോവൽ 2-3 കോവലുണ്ടായിരുന്നു അവിടെ കേട്ടോ. ആ കോവൽ നമ്മൾ വാർക്കയുടെ പൊക്കത്തേക്ക് വല കെട്ടിയിട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കോവൽ വെട്ടി വിട്ടേക്കുകയാണ്. അതിന് വേറെ എന്തെങ്കിലും കാര്യം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വലയെല്ലാം അഴിച്ച് കളഞ്ഞിട്ട് അവിടെ കുറേ പലക അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പൊക്കിയിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ എന്തായാലും അതൊന്ന് നിരത്തി എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇനി നടാനുള്ള മണ്ണും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്ന് നന്നാക്കാനായിട്ട് ഇറങ്ങിയതാണേ. സാധാരണ ഇങ്ങനെയുള്ള ജോലികളെല്ലാം ചേട്ടായിയാണ് ചെയ്തു തരാറ്. അപ്പോൾ ഇന്നിപ്പം മകനുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവനെ കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് ധൈര്യമായിട്ട് ഇറങ്ങിയേക്കണേ. അപ്പോൾ മണ്ണൊന്നും കിളയ്ക്കാനും എടുത്തുകൊണ്ട് പോകാനൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ അവൻ കൂടുമല്ലോ എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് ചെയ്യണത്. പിന്നെ ഇടയ്ക്ക് ഒരു ഇച്ചിരിയൊക്കെ ഞാനും കിളക്കാനായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ കൂടുതലും മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോയത് മോൻ തന്നെയാണ് കേട്ടോ. ഈ ഭാഗത്തിന് പച്ചക്കറി ഒന്നും നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അവിടെ ഒരു കുറച്ച് വെയിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ആ കോവൽ പൊക്കത്തേക്ക് കയറ്റി വിടാം. ഇനി വല കെട്ടിയിട്ട് വേണമെങ്കിൽ വാർക്കപ്പൊക്കത്തേക്ക് കയറ്റി വിടാമെന്ന് ഓർത്താം. പിന്നെ വല്ല ഇലച്ചെടികളൊക്കെ വയ്ക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടായിക്കോളും. പിന്നെ നമ്മൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. കൂടുതലും പാചകത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ മുറ്റം വൃത്തിയാക്കലും ചെടി നടലും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ പാചകത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കാണാൻ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്ന് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മുടെ മനസ്സിനും നല്ലൊരു സന്തോഷം, നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പം അതും ഒരു സന്തോഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം മറക്കരുത് കേട്ടോ. അപ്പോൾ ആ മണ്ണെടുക്കുന്നത് കുറച്ച് ഭാഗം മാത്രം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചതാണ്. കൂടുതലും മോൻ തന്നെയാണ് എല്ലാം ചെയ്തത് കേട്ടോ. മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ ഇച്ചിരി വെയിലേറെ അടിച്ചു തുടങ്ങി. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ മിറ്റം ഈ രീതിയിലായിട്ടുണ്ടേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണേ.